ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വന്നിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ്. അത് നമുക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 5 വർഷത്തെ ഈ യൂട്യൂബ് ജേർണിയിൽ എനിക്ക് ആദ്യത്തെ ഇൻകം വന്നിരിക്കുകയാണ്. അപ്പം എനിക്കിതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒരു പ്രാവശ്യമെങ്കിലും കണ്ട് സഹായിച്ചവർക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നിങ്ങളുടെ കമൻറ്റുകൾ ഇട്ടവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ 5 വർഷം നീണ്ടുപോയതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. കാരണം ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇനി വീഡിയോ ഇടാം, ഇത് ശരിക്കും കിട്ടും, നമുക്കൊരു ഇൻകം തന്നെയാണ് എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻകം എനിക്ക് പ്രചോദനം കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 ദിവസമായി ഇപ്പോൾ നമുക്ക് ഇൻകം വന്നിട്ട്. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സെങ്കിലും വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അതായത് ഒരുപാട് പേര് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഇതിൽ നിന്നൊരു ഇൻകം കിട്ടുമൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡീമോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു. വ്യൂസ് കുറവാണ്, നമ്മുടെ ചാനലിൽ വ്യൂസ് കുറവാണ്, അതുകൊണ്ട് എന്തിനാ ഇടണത് എന്നൊക്കെ കളിയാക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ വ്ളോഗർ അങ്ങനെ ഇതിനൊക്കെ കളിയാക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ ഇതൊക്കെ അതേസമയം തന്നെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ആണെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, മോട്ടിവേഷൻ തരുന്നുണ്ടായിരുന്നു, പുതിയ വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ട് മോട്ടിവേഷൻ തരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ മുമ്പിലും എനിക്ക് ആ ഒരു ഇൻകം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ്. ഞാനെപ്പോഴും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വരുമാനം കിട്ടണം അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേയൊക്കെ ഞാൻ പണ്ടേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് സൂക്ഷിക്കുന്ന ആളാണ്. അതായത് പിള്ളേരുണ്ടായ സമയത്താണെങ്കിലും അതിന് മുമ്പാണെങ്കിൽ ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ എപ്പോഴും എടുത്ത് വെക്കുമായിരുന്നു. അതായത് ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ കൈ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചെറിയ ക്യാമറ ഉണ്ടല്ലോ, ഡിജിറ്റൽ ക്യാമറ ഉള്ള സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വയ്ക്കുമായിരുന്നു, അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനത്തെ പരിപാടിയൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു ആശയം വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നമുക്ക് ആ മെമ്മറീസ് ഇങ്ങനെ എന്നും പോവാതെ, ഇപ്പം മറ്റേത് ഡിവൈസ് മാറുമ്പോൾ പോകും, ഇപ്പോൾ ഫോണായ പിന്നെ ആണെങ്കിൽ ഫോണിൽ ഡിവൈസ് മാറുമ്പോൾ പോകും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സേവ് ചെയ്താണെങ്കിൽ എന്തെങ്കിലും ലാപ്ടോപ്പിൽ തകരാറ് വരുമ്പോൾ, യൂട്യൂബിലാകുമ്പോൾ അത് എന്നും കിടക്കുമല്ലോ അവിടെ, നമുക്ക് ഒരു എന്താ പറയുക എവിടെയും പോവാതെ സ്റ്റോറായി കിടക്കുമല്ലോ, ഒരു മെമ്മറീസ് ഇങ്ങനെ കിടക്കുമല്ലോ, ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇങ്ങനെ കിടക്കുമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ തുടങ്ങി ഫസ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യലും ഇടലും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് വീട്ടിലെ ഓരോ കാര്യങ്ങളും തിരക്കുകളൊക്കെ വന്നു കഴിയുമ്പം അതിങ്ങനെ കുറച്ച് കുറയും. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതാവും, 2 വീക്സ് 3 വീക്സ് ഒക്കെ വീഡിയോ ഇടാവും. അങ്ങനെയാണ് എൻ്റെ ചാനലിങ്ങനെ നീണ്ട കാലത്തോളം ഒന്നും കിട്ടാതെ ഇങ്ങനെ പോയത്. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2020 ഡിസംബറിൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് കയറി. ഇനിയിപ്പോൾ ഇതിൽ നിന്നൊരു വരുമാനം തന്നെ നമുക്ക് ആക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നതിന് ശേഷമാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളും ആഗ്രഹങ്ങളൊക്കെ തുടങ്ങിയത്. ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് അധികം വ്യൂസ് വരുന്നില്ല. അപ്പോൾ ഓരോരുത്തരെ കളിയാക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ എനിക്കൊരു വാശിയായി, ഒരു പ്രാവശ്യമെങ്കിലും ഒരു $100 ആയിട്ട് ചാനൽ നിർത്താം, അതുവരെയെങ്കിലും എനിക്ക് കൊണ്ടുപോകും ഒരു വാശിയായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഒത്തിരി പേര് എന്നെ പിന്തിരിപ്പിക്കാനുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു വാശിയായിരുന്നു. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു $100 എനിക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ ആ കറക്റ്റ് എമൗണ്ട് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാനപ്പോൾ എപ്പോഴും കുറേ നാൾ മുമ്പ് തുടങ്ങിയിട്ട് തന്നെ വെച്ചാൽ മോണിറ്റൈസായി $1, $2 അങ്ങനെ വളരെ പതുക്കെയാണല്ലോ ഡോളർ കയറുന്നത്. അപ്പം 2020 ഞാൻ മോണിറ്റൈസ് ആയിരുന്നു, 2020 ഡിസംബറിൽ ഞാൻ മോണിറ്റൈസ് ആയതാണ്. അന്ന് തൊട്ടിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറയും, എന്തെങ്കിലും വീട്ടിലിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കുന്ന കാര്യം അല്ലെങ്കിൽ എന്തൊരു കാര്യം വന്നാലും ഞാൻ പറയുമായിരുന്നു, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിരുന്നിട്ട് ഞാൻ വാങ്ങിക്കാം, അങ്ങനെ വെറുതെ ഇങ്ങനെ പറയും. എനിക്കറിയാം ഇപ്പോഴൊന്നും അത് നടക്കുന്ന കാര്യമല്ലാതെ എനിക്കറിയാം. പക്ഷേ പിള്ളേരാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ഒന്ന് പിരിയിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയും, എന്ത് കാര്യം അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യം ഇത് വാങ്ങിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ട് വാങ്ങിച്ചു തരാം കേട്ടോ, അങ്ങനെ പറയും. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അപ്പം ഇപ്പം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസത്തെ ഒരു ഡിന്നറെങ്കിലും ഒന്ന് പുറത്ത് പോയി എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളും കാരണം കുഞ്ഞുമ്മുണ്ട് നമ്മുടെ അടുത്ത് തന്നെ. അപ്പം കുഞ്ഞുമ്മാനെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ അടുത്ത് തന്നെയുള്ള VB മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചിക്കൻ കഴിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ളൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരെയും കൂടി കൂട്ടി ഞങ്ങളൊരു ഡിന്നറങ്ങ് സെറ്റ് ചെയ്ത് കഴിക്കാമായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോസും കൂടിയാണ് അതിൽ കുഞ്ഞായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ആകും. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരാൻ പറ്റുന്ന പ്രതീക്ഷയോടെ ഇപ്പം ഞാൻ പറയുന്നു ബൈ ബൈ, താങ്ക് യു.